അപ്പോൾ നമ്മളുടെ ടാസ്കിൽ ഈ അടുത്ത് ചെയ്തിട്ടുള്ള മറ്റേ കളക്ഷനിലും പേയ്മെന്റിലും വരുത്തിയിട്ടുള്ള ചില മാറ്റങ്ങളും അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് പിന്നെ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് BGR4 BGR തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ കളക്ഷനും പേയ്മെന്റും ചെയ്യുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ആദ്യം പേയ്മെൻറ്റിൻ്റെ സെക്ഷൻ പറയാം. അപ്പോൾ നമ്മൾ കൂടുതലും ബിൽസ് നമുക്ക് ഉണ്ടാകുന്നത് പർച്ചേസ് വഴിയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു സപ്ലയറെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ബില്ല് അടിക്കണം. ഒരു 15,000 രൂപേൻ്റെ ബില്ല് അടിച്ചിട്ട് നമ്മൾ സേവ് ചെയ്യാണ് എഴുതുക. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞോടുകൂടി ഒരു ബില്ല് ജനറേറ്റ് ആവും. അപ്പോൾ പേയ്മെൻറ്റ് എടുക്കുന്നതോടുകൂടി തന്നെ അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബില്ല് ഇവിടെ ഓട്ടോമാറ്റിക്കലി 15,000 രൂപ പറഞ്ഞിട്ട് വരും. ഇനി ഈ ബില്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെയിൽസ് റിട്ടേൺ വരാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് വരാം, ഡെബിറ്റ് നോട്ട് വരാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ വരാം. പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ പിന്നെ ഡെബിറ്റ് നോട്ടൊക്കെ വരാം. അപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് റിട്ടേൺ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു സപ്ലയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പർച്ചേസ് റിട്ടേൺ നമ്മൾ അടിക്കുകയാണ്. അപ്പോൾ പർച്ചേസ് റിട്ടേണിൻ്റെ എമൗണ്ട് നമ്മൾ 500 കൊടുത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ ഈ പർച്ചേസ് റിട്ടേൺ പ്രത്യേകിച്ച് നമ്മൾ ഏത് ബില്ലിലേക്കാണ് ലിങ്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് കരുതുക. ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളിവിടെ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റേ ബില്ല് പോലെ തന്നെ കാണിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ പിന്നെ അടുത്തൊരു സാഹചര്യമാണല്ലോ നമുക്ക് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇവിടെ അതർ ഡെബിറ്റ് നോട്ട് എടുത്തിട്ട് നമ്മളെ സപ്ലയർ സെലക്ട് ചെയ്ത് അതിന് ശേഷം നമ്മളൊരു ഡിസ്കൗണ്ട് ഒരു പിന്നെ 100 റുപ്പീസ് കിട്ടിയ പോലെ പ്രത്യേകിച്ച് ബില്ലും കാര്യങ്ങളൊന്നും കാണിക്കാത്ത രീതിയിൽ നമ്മൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എൻട്രിയും കയറും. അങ്ങനെ ഇപ്പം ഒരു ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് 1500 രൂപയുടെ ബില്ലുണ്ട്, പക്ഷെ 2 എൻട്രികൾ അതിന് ശേഷം മറ്റു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക മറ്റു കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ അങ്ങനെ ഈ സപ്ലയർ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സപ്ലയർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇതേപോലെ ലിങ്ക് ചെയ്യാത്ത മറ്റ് എന്ത് തരം എൻട്രികൾ ഉണ്ടെങ്കിൽ അതിനെ അഡ്വാൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക ചെയ്യാം. അപ്പോൾ ഉണ്ടോ, ഫോറിൻ കമ്പ്യൂട്ടേഴ്സ് ഡെബിറ്റ് നോട്ട് വഴി 100 റുപ്പീസ് അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ഫോറിൻ കമ്പ്യൂട്ടേഴ്സ് പർച്ചേസ് റിട്ടേൺ വഴി 500 അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു സംഭവം വരും. ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ പേയ്മെൻറ്റ് വഴി നമുക്ക് എക്സസ് അഡ്വാൻസ് നമുക്ക് ചിലപ്പോൾ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന അഡ്വാൻസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വന്നിട്ട് നമുക്ക് ഒരു ആളെ സെലക്ട് ചെയ്യുന്നതിന് ഏത് ബില്ലിലേക്കാണ് വെക്കേണ്ടത് കൊടുക്കാം. അപ്പോൾ 1500 റുപ്യേൻ്റെ ഒരു ബില്ലുണ്ട്, ആ ബില്ല് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുന്നതോടുകൂടി ആ ബില്ലിലേക്ക് 1500 പോയി. ഈ ബാലൻസ് ഈ 500 ആണ്. ഈ 500 ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ കൊടുക്കുന്നതോടുകൂടി ആ 14,900 ആ ഒരു ഇത് പോയി. ഇതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മളുടെ പേയ്മെൻറ്റ് ക്ലോസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലെന്ത് കാണിക്കും, ഓൾറെഡി 15,000 റുപ്യേൻ്റെ ഉള്ളിലേക്ക് 600 പെയ്ഡായി, ബാലൻസ് 1000. അപ്പോൾ ഇനി ഈ ബില്ലിലേക്ക് എങ്ങനെയാണ് ഈ 600 പെയ്ഡിലേക്ക് എത്തിയതെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ബില്ലിന്റെ ഒരു ഹിസ്റ്ററി, ആ പേയ്മെന്റിന്റെ ഹിസ്റ്ററി ഇതാണ്. ഈ ഇങ്ങനെ ഒരു ബില്ലുണ്ടായി, ആ ബില്ല് ഇപ്പോൾ 14,400 എന്നുള്ള ഒരു ബാലൻസിലേക്ക് എത്തിയതിന്റെ ഹിസ്റ്ററിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 15,000 ബില്ലില് പർച്ചേസ് റിട്ടേൺ വഴി 500 റുപ്യ ഇതായിട്ടുണ്ട്, പിന്നെ ലിങ്ക് ആയിട്ടുണ്ട്. അതുപോലെ ഡെബിറ്റ് നോട്ട് വഴി ഒരു 100 റുപ്പീസ് ഇതായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ബാലൻസ് ആണ് നമുക്ക് 14,400 നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇതുണ്ടാകുന്നത്. ഇതേ സമയത്ത് ഇനിയിപ്പോൾ മറ്റൊരു സാഹചര്യം പറയും, ഒരു സപ്ലയർ കമ്പ്യൂട്ടർ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് ഒരു അപ്പോൾ അതിനുശേഷം ആ സപ്ലയർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ അഡ്വാൻസ് ഉണ്ടെങ്കിൽ പേയ്മെന്റ് വഴി 10,000 അഡ്വാൻസ് ഉണ്ടെന്ന് കാണിക്കും. ഈ അഡ്വാൻസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മളെ പർച്ചേസും മറ്റു കാര്യങ്ങളും ഉണ്ടാകുക. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, പിന്നെ സപ്ലയർക്ക് നമ്മൾ ഒരു പർച്ചേസ് നടത്തുകയാണ്. അത് ഒരു 14,000 രൂപ തന്നെ ഒരു പിന്നെ പർച്ചേസ് നടത്തുകയാണ് വിചാരിക്കുക. അപ്പോൾ ആ പർച്ചേസ് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പേയ്മെൻറ്റ് എടുക്കുമ്പോൾ ഇവിടെ സപ്ലയർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 10,000 ഉണ്ട്, ഇവിടെ ഷോ അഡ്വാൻസ് എടുത്തു കഴിഞ്ഞാൽ 10,000 രൂപ ഒരു അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റിന് മുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ആ ബില്ലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ പിന്നെ സപ്ലയർ സെലക്ട് ചെയ്യുമ്പോൾ ആ ബില്ല് ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും.
അപ്പോൾ ആ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അതിന്റെ ബില്ല് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോയ ബില്ലുകളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പർച്ചേസ് വന്നിട്ട് മോഡിഫൈയില് നമ്മളിപ്പോൾ ഇതൊരു ബില്ലാണ്. ആ ബില്ലിന്റെ ഫിക്സറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തുണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്, പേഡൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ പേഡൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബില്ല് എമൗണ്ട് 10,000 ആയിരുന്നു. ആ 10,000 ഏത് രീതിയിലാണ് ഈ ബില്ലിലേക്ക് പോയത് സ്പ്ലിറ്റ് ആയത് എന്നുള്ളത് നമുക്കൊരു ബില്ലിന്റെ മോഡിഫൈയിൽ പോയി നോക്കാൻ പറ്റും. ഏത് ബില്ലിന്റെയും പിന്നെ മോഡിഫൈ പോയിട്ട് ഈ പേ ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഇത്തരം കാര്യങ്ങളും പരിപാടികളൊക്കെ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് നടക്കും. അപ്പം ഓൾമോസ്റ്റ് ഇതേ രീതി തന്നെയാണ് നമ്മളുടെ സെയിൽസും അതുമായി ബന്ധപ്പെട്ട അതിന്റെ കളക്ഷന്റെ സെക്ഷനും ചെയ്തിട്ടുള്ളത്. ഇത് മെക്കാനിസം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ട് രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് വിശദീകരിക്കണം എന്നുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിപ്പോ ഒരു പുതിയ DBന്റെ കേസിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഈ ഒരു എക്സിസ്റ്റിംഗ് DBന്റെ ഒക്കെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഡാറ്റ ഉള്ള മുമ്പ് ഇത്രയും കാലമായിട്ട് ഇത് വൃത്തിയിൽ ചെയ്യാണ്ടുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഡാറ്റയാണ്. അപ്പൊ ആ ഡാറ്റ നമ്മൾ എടുത്തിട്ട് പിന്നെ അവര് തീരുമാനിക്കുകയാണ് ഇനി മുതലുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ അവർ വൃത്തിയിലാവണം എന്ന് അവർ ആലോചിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യം വെച്ചാൽ, ഇപ്പൊ സപ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളെ ഈ ഓപ്പണിംഗ് ബാലൻസും അതിന്റെ OB സ്പ്ലിറ്റപ്പും ടാലി ആയിരിക്കണം. അപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസ് അതിന്റെ OB സ്പ്ലിറ്റപ്പ് എടുത്തിട്ട് ചെക്ക് ഓൾ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ സപ്ലൈസിന്റെ ഓപ്പണിംഗ് ബാലൻസും അതിന്റെ സ്പ്ലിറ്റപ്പും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്തോളും, സിസ്റ്റം അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അത് പിന്നെ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ചെയ്യേണ്ട ആദ്യത്തെ ഒരു AI ആണ്. ഈ AIന് ശേഷം പിന്നെ ഉള്ള അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ AIന്റെ ഉള്ളിൽ AI ടൂൾസിനുള്ളിൽ ചെക്ക് സപ്ലയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ സപ്ലയർ മാത്രം സെലക്ട് ചെയ്തിട്ടും AI കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ പ്രോസസ്സോൾ എന്ന് പറഞ്ഞ AI ഉണ്ട്. ഈ AI കൊണ്ട് കൊടുക്കുന്നതോടുകൂടി ഇതിലുള്ള എല്ലാ സപ്ലൈസിന്റെയും ഓപ്പണിംഗ് ബാലൻസ് മുതൽ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനുകളും മറ്റ് പേയ്മെന്റുകളും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ട് അതിൽ നിലവിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും മാറ്റം വരുത്താത്ത രീതിയിൽ അതിൽ ഉള്ള മിസ്മാച്ചിങ്ങുകളും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളും പരിപാടികളുണ്ടെങ്കിൽ അതെല്ലാം ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈൻഡ് ചെയ്തിട്ട് അതിനൊക്കെ പുറത്തെടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ AI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ AI അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കിട്ടുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് ഇത് സോൾവ് ആക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ റെഡിയാവും. അപ്പോൾ ഈ AI ഒന്ന് കാണിച്ചിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിലവിലിപ്പോൾ ഈ AI കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പേയ്മെന്റിൽ വന്നതിന് ശേഷം പേയ്മെന്റിന്റെ ഇവിടെ പേയ്മെന്റ് ആസ് അഡ്വാൻസ് എന്നുള്ളതിൽ വന്നിട്ട് ഷോ ആൾ അഡ്വാൻസ് എടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം എൻട്രികൾ പല രീതിയിൽ അഡ്വാൻസ് ആയി കിടക്കുന്നുണ്ട്. പേയ്മെന്റ് വഴിയുള്ള ചില അഡ്വാൻസുകളുണ്ട്, പർച്ചേസ് റിട്ടേൺ വഴിയുള്ള ചില അഡ്വാൻസുകളുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നിലവിൽ അഡ്വാൻസ് ആയി കിടക്കുന്ന എൻട്രികളാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം നിലവിൽ സോൾവ് ആക്കേണ്ട കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ ഒരു ഇതെടുക്കുകയാണ്, ഒരു സപ്ലയർ എടുക്കുകയാണ്. അപ്പോൾ ആ സപ്ലയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സപ്ലയർക്ക് ഇതേപോലെ ഇത്രയും ബില്ലുകൾ ഉണ്ട് നിലവിൽ 60,600 രൂപേന്റെ ബില്ലുണ്ട്. നേരെ മറിച്ച് അവരുടെ ലെഡ്ജർ ബാലൻസ് 55 ലക്ഷത്തി സംതിങ് എന്തോ ആണുള്ളത്. അപ്പോൾ ഇനി ഈ ഷോ അഡ്വാൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഇത്രയും എൻട്രികൾ ഈ 1317 രൂപേന്റെ ഈ എൻട്രികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പാരലൽ ആയിട്ടുള്ള ബില്ലുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കാം. അപ്പൊ ഈ സംഭവങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബിൽ ബൈ ബില്ലിൽ കാണിക്കുന്ന ബാലൻസുകളും അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ലെഡ്ജറിലുള്ള ബാലൻസും പിന്നെ സെയിം ആവണം എന്നാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു സപ്ലയറിന്റെ കേസിൽ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവരത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബിൽ ബൈ ബില്ലിലുള്ള മറ്റു പരിപാടികളും ഈ കാര്യങ്ങളൊക്കെ എന്തായി വരും, നമുക്ക് ടാലിയായി വരും. അപ്പൊ ആ രീതിയിൽ ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏത് ഒരു സപ്ലയർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും
ആ സപ്ലയർക്ക് ഒരു ബില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബില്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ആയിരിക്കണം അവരുടെ ലെഡ്ജർ ബാലൻസ് ഉണ്ട്. അഥവാ 4360 ആണെങ്കിൽ ആ 4360 കണക്കായിട്ട് ഉണ്ടാവണം. അതിലെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അഡ്വാൻസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ആ അഡ്വാൻസ് അതിൻ്റെതായിട്ടുള്ള ബില്ലുകളിലേക്ക് നമ്മൾ വരവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം കണ്ട് സോൾവ് ആവുകയാണ് ചെയ്യുക. അപ്പം ഇത്തരം AI പരിപാടികളിലൂടെയൊക്കെ വേണം നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ ഈ കാര്യങ്ങൾ ഇനി കൂടുതൽ കസ്റ്റമറിന്റെ ഡാറ്റ നമ്മൾ ശരിയാക്കി കൊണ്ടുവരാനുള്ളത്. അപ്പം ഇതേ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ നമുക്ക് സപ്ലയേഴ്സിന്റെ കസ്റ്റമറെ കാര്യത്തിലാണെങ്കിൽ എല്ലാത്തിൽ ചെയ്യാനുള്ളത് കേട്ടോ. ഇവിടെ ഇപ്പോൾ AI കഴിഞ്ഞതിന് ശേഷം ബില്ലുകളിൽ 4360 ഉണ്ട്. അതേപോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ലെഡ്ജർ ബാലൻസും 4360 ആയി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ആളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ ലെഡ്ജർ ബാലൻസും ഈ ബിൽ ബൈ ബില്ലിലുള്ള ബാലൻസ് ഈക്വൽ ആവുക. ഇനി ഏതെങ്കിലും കസ്റ്റമർക്ക് അഡ്വാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ അഡ്വാൻസ് ഇവിടെ വിസിബിൾ ആവുള്ളൂ. മൊത്തത്തിലുള്ള അഡ്വാൻസും കാര്യങ്ങളും കാണണമെങ്കിൽ നമുക്ക് ഇവിടെ പോയി കാണാൻ പറ്റും. ഏതൊക്കെ ഇപ്പോൾ ABS ഏജൻസീസ് എന്ന ഒരു ടീമിന്റെ ഉണ്ട്. അപ്പോൾ ആ ടീമിന്റെ നമ്മൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഇതേപോലെ ബിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ബിൽസ് ഉണ്ട്, പക്ഷെ അവർക്ക് കുറെ അഡ്വാൻസ് ഉണ്ട്. 62,000 രൂപയാണ് ബിൽസ് ഉള്ളത്, ബാലൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ അഡ്വാൻസുകൾ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് എൻട്രികളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് കൃത്യമായി വരിക എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കി എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നിൽക്കാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വിളിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ.